Hello, my dear student. Welcome back to Learn and Grow. Today we are going to discuss Class 7 Hindi Unit 5, Chapter 10, Hathiyon ki Reh Guzar. Okay. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ ചാപ്റ്ററൊക്കെ എൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണാം. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്, സപ്പോർട്ട് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഈ ചാപ്റ്റർ ഹാത്തിയോം കി രഹ് ഗുസർ എന്താണെന്ന് നോക്കാം. അവരുടെ കി രഹ് ഗുസർ എന്ന് വെച്ചാൽ സഞ്ചാരം അല്ലെങ്കിൽ അവരുടെ വഴി എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ആനകളുടെ സഞ്ചാരം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആനകളെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അവരുടെ സഞ്ചാരത്തെക്കുറിച്ചാണ്. എന്താണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. केरल और तमिलनाडु की सीमा पर बसे जंगल की बात है. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൽ പറയുന്നത് കേരളത്തിൻ്റെയും തമിഴ്നാടുവിൻ്റെയും സീമ പർ ബസെ ജംഗൽ കി ബാത് ഹെ. ഇതിൻ്റെ ഇടയിലായി കിടക്കുന്ന ജംഗൽ, കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയിൽ, ഓക്കെ, സീമ പർ എന്ന് വെച്ചാൽ അതിർത്തിയിൽ കിടക്കുന്ന ജംഗൽ, വനത്തെ കുറിച്ചുള്ള കഥയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, एक हाथिनी अपने 2 बच्चों के साथ सड़क पार कर रही थी. ഓക്കെ, एक हथिनी എന്ന് വെച്ചാൽ പിടിയാന അല്ലേ, പെണ്ണാന. അപ്പനെ 2 बच्चों के साथ തൻ്റെ 2 കുട്ടികളുടെ ഒപ്പം സഡക്, സഡക് എന്ന് വെച്ചാൽ റോഡ് അല്ലേ, പാർ കർ രഹി തി റോഡ് മുറിച്ച് കടക്കുകയായിരുന്നു. साइकिल से शहर जा रहे एक युवक ने इसका वीडियो बना लिया. സൈക്കിൾ സെ ഷഹർ ജാ രഹേ ഏക് യുവക്. അപ്പോൾ സൈക്കിളിലൂടെ ആ ഷഹറിൽ പോകുകയായിരുന്ന ഏക് യുവകിനെ, ഒരു യുവാവ്, ഇസ്കാ വീഡിയോ ബനാലിയ ഇതിൻ്റെ വീഡിയോ എടുത്തു. കുച്ച് മഹീനെ പെഹലെ യഹ് വീഡിയോ ഖൂബ് ഫേല. ഖൂബ് അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, കുച്ച് മഹീനോ മാസങ്ങൾക്ക്, പെഹലെ മുമ്പ്, യഹ് വീഡിയോ ഖൂബ് ഫേല. ഖൂബ് ഫേല എന്ന് വെച്ചാൽ ഇത് ഭയങ്കര വൈറലായി അല്ലേ. ഇപ്പോൾ നമുക്കറിയാം യൂട്യൂബിലൊക്കെ എന്തെങ്കിലും വീഡിയോ പോസ്റ്റ് ചെയ്താൽ അത് പെട്ടെന്ന് വൈറലാവും അല്ലേ, നല്ല വീഡിയോസ് ആണെങ്കിൽ. അതേപോലെ ഈ വീഡിയോവും വൈറലായി. ഓക്കെ, ऐसा नहीं है कि हाथी और उसके बच्चों ने पहले ബാർ കോയി സഡക് പാർ കീ ഹോ. ഓക്കെ, പക്ഷേ ഇത് ഹാത്തി, ഈ ആനയും ഉസ്കെ ബച്ചോം അതിൻ്റെ കുഞ്ഞുങ്ങളും നെ പെഹലി ബാർ കോയി സഡക് പാർ കീ ഹേ. അപ്പം ആദ്യമായിട്ടല്ല, ഓക്കെ, ആദ്യമായിട്ടല്ല ഈ ഹാത്തിയും അതിൻ്റെ കുഞ്ഞുങ്ങളും റോഡ് മുറിച്ച് കിടക്കുന്നത്. യഹാം ഖാസ് താ ഏക് ബച്ചെ കാ ബഹുത് ചോട്ടാ ഹോന. ഓക്കെ, യഹാം ഖാസ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത, ഈ വീഡിയോൻ്റെ പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ, ഏക് ബച്ചെ കാ ബഹുത് ചോട്ടാ ഹോന, ഒരു കുട്ടി നന്നേ ചെറുതായിരുന്നു. സഡക് ഓർ ജംഗിൾ കെ ബീച്ച് ഡിവൈഡർ ബനാദ. അപ്പോൾ സഡക് റോഡിൻ്റെയും ഓർ ജംഗിൾ കെ വനത്തിൻ്റെയും ഇടയിലായിട്ട് എന്തുണ്ട്, ഏക് ഡിവൈഡർ ബനാദ ഒരു ഡിവൈഡർ വച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചോട്ടേക്ക് ഊഞ്ചാഹി ഡിവൈഡർ ജിത്തനി ഹീതി. അപ്പോൾ ഈ ചോട്ടെ, ഈ ചെറിയ ആനക്കുട്ടി എത്രയ്ക്കുണ്ടായിരുന്നോ അത്രയും വലിപ്പമായിരുന്നു ഈ ഡിവൈഡറിനും. അപ്പോൾ ഇവിടെ ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ, കാണാൻ സാധിക്കും. 2 കുട്ടികളുണ്ട്. ഒരു കുട്ടി നന്നേ ചെറുതാണ്, ഒരു കുട്ടി കുറച്ച് വലുതാണ് അല്ലേ. അപ്പോൾ ഈ ചെറിയ കുട്ടി, ആനക്കുട്ടി എത്രയ്ക്കുണ്ടോ അത്രയ്ക്കുണ്ട് ഈ ഡിവൈഡർ. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ സാധിക്കും അല്ലേ. हाथिनी और उसका बड़ा बच्चा आसानी से डिवाइडर पार कर गई. ഓക്കെ, അപ്പോൾ ഹാത്തിനി വെച്ചാൽ പിടിയാന അല്ലേ. ഓർ ഉസ്കാ ബഡാ ബച്ച ആസാനീസെ, അപ്പോൾ അതും ആ ആനയും പിടിയാനയും അതിൻ്റെ ബഡാ ബച്ച വലിയ കുട്ടിയും ആസാനീസെ എന്ന് വെച്ചാൽ യാതൊരു പ്രയാസവുമില്ലാതെ ഡിവൈഡർ പാർ കർ ഗയ, ആ ഡിവൈഡർ അനായാസം കടന്നു. പർ ചോട്ട ഇധർ ഹി രഹ് ഗയ, പക്ഷേ ചെറിയ കുട്ടിക്ക് അത് കടക്കാൻ പറ്റിയില്ല, കാരണം അത്ര തന്നെ വലിപ്പം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവന് അവിടെ തന്നെ നിന്നുപോയി, അവന് അത് മുറിച്ച് കടക്കാൻ സാധിച്ചില്ല. മാക്കോ അന്തേഷ് താ, इसलिए वो जंगल में न जाकर സഡക് തരഫ് മുഹ് കർക്കെ ഉസേ ദേഖ്നെ ലഗി. ഓക്കെ, അപ്പോൾ അമ്മയ്ക്ക് സംശയമുണ്ടായിരുന്നു.
അവർ രണ്ടുപേരും ക്രോസ് ചെയ്തിട്ട് അമ്മയ്ക്കൊരു സംശയമുള്ളതുകൊണ്ട് അമ്മ തിരിഞ്ഞു നോക്കി അല്ലേ. അപ്പോൾ വോ ജംഗൽ മേ ന ജാക്കർ, ഓക്കെ, കാട്ടിലേക്ക് പോകാതെ സഡക് കി തരഫ് മൂ കർക്കെ ഉസേ ദേഖ്നെ, എന്നിട്ട് ഈ വഴിയരികിലേക്ക് തിരിഞ്ഞിട്ട് ഇവനെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ബച്ചേ സേ ഡിവൈഡർ പാർ നെഹി ഓ രഹാ ഹെ, അപ്പോൾ ഈ കുട്ടിക്ക് ഈ ഡിവൈഡർ മുറിച്ച് കടക്കാൻ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്തു? വഹ് ലൗട്ടി ഓർ ഡിവൈഡ് കെ പാസ് ജാക്കർ ബച്ചേ കെ സൂൺ സേ സഹാര ദിയ. അപ്പോൾ അവരെന്ത് ചെയ്തു? ലൗഡ്കർ തിരിച്ചു വന്നിട്ട് ഈ കുട്ടിയെ, ഈ ഡിവൈഡറിൻ്റെ അടുത്ത് നിൽക്കുന്ന കുട്ടീൻ്റെ അടുത്ത് വന്നിട്ട് സൂദ് സേ സഹാര ദിയ, പിറകിൽ നിന്ന് അവനെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ബച്ചോങ്കോ സൂദ് സേ സഹാര ദിയ എന്ന് വെച്ചാൽ തുമ്പിക്കൈ കൊണ്ട് അവന് സഹായം നൽകി, കൈ കൊണ്ട് അവനെ താങ്ങി. बच्चों को पीछे से धकेलते हुए दीवार पर चढ़ाया. അപ്പോൾ കുട്ടിയെ പിന്നിൽ നിന്നും തള്ളി. ഓക്കെ, बच्चे को पीछे से धकेलते हुए दीवार पर चढ़ाया. पीछे से धकेलते എന്ന് വെച്ചാൽ പിറകിൽ നിന്ന് തള്ളി, ദീവാർ पर चढ़ाया, ചുമരിലേക്ക് ഇങ്ങനെ കയറ്റാനായിട്ട് ശ്രമിച്ചു. तब जाकर वह डिवाइडर पार कर सका. ജാക്കർ ഡിവൈഡർ പാർ കർ സക്ത എന്ന് വെച്ചാൽ അപ്പോൾ മാത്രമേ ഈ ഡിവൈഡർ മുറിച്ച് കടക്കാനായിട്ട് ഈ കൊച്ചു ആനക്കുട്ടിക്ക് സാധിച്ചുള്ളൂ. ഫിർ വോ തീനോം ജംഗൽ മേ ചലേ ഗൈ, പിന്നെ അവർ 3 പേരും എന്ത് ചെയ്തു? ആ വനത്തിനുള്ളിലേക്ക് കടന്നുപോയി. ഇസ് കാം കോ 15-20 മിനിറ്റ് ലഗേ. തബ് സഡക് കോ ദോനോ ഓർ ഗാഡിയാം റോക്ക് ലോഗ് ഗഡേ രഹേ. അപ്പോൾ എന്താണ് ഈ ഒരു ഇപ്പോൾ എന്താണ്, ഈ ആനക്കുട്ടി തൻ്റെ കുട്ടികളെയും കൊണ്ട് റോഡ് മുറിച്ച് കടക്കായിരുന്നു. അപ്പോൾ ചെറിയ കുട്ടിക്ക് ആ ഡിവൈഡർ മുറിച്ച് കടക്കാനായിട്ട് സാധിച്ചില്ല അല്ലേ. അപ്പോൾ ആന അതിൻ്റെ തുമ്പിക്കൈ കൊണ്ട് സഹായിച്ച് പുറകെ നിന്ന് തള്ളി അതിനെ ആ ഒരു ഡിവൈഡർ മുറിച്ച് കടക്കാനായിട്ട് സാധിച്ചു അല്ലേ. അപ്പോൾ ഈ ഒരു എന്താണ്, ഇതിനൊക്കെ ആയിട്ട് ഒരു 15-20 മിനിറ്റ് എടുത്തു. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് തബ് തക് സഡക് കോ ദോനോ ഓർ ഗാഡിയാം റോക്ക് ലോഗ് ഗഡേ. അപ്പോൾ സഡക്ക് റോഡിൻ്റെ ഇരുവശവും, ദോനോ ഓർ ഗാഡിയാം വാഹനങ്ങൾ, റോക്ക് ഓർ ലോഗ് ഗഡേ രഹേ അല്ലേ, വാഹനങ്ങൾ നിർത്തി അവിടെ ആൾക്കാർ ഈ ആനക്കുട്ടിയും ആനയും പോവാനായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു അല്ലേ. ഇസ് പ്രേം ഭരി കോശിഷ് കോ ധീരജ് കെ സാത്ത് നിഹാർത്തേ രഹേ. എന്താണ് ഇസ് പ്രേം ഭരീസോ, അപ്പോൾ ഈ സ്നേഹത്തോടെയുള്ള ഒരു പരിശ്രമത്തിന് വേണ്ടി അവർ എന്താണ് കുറേ നേരം ഇതിങ്ങനെ നോക്കി നിന്നു അല്ലേ. അപ്പോൾ ഈ ഒരു സ്നേഹപൂർവമായ ശ്രമം 2 സൈഡിലുമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നു അല്ലേ. हाथियों से जुड़ी एक और घटना याद आ रही है. कोई 10 साल पहले हम, ലേഖകൻ ഇവിടെ പറയാണ് ഹാത്തിയോം സെ ജുഡി ഏക് ഓർ ഘട്ന യാദ് ആ രഹേ, ആനകളെ സംഭവിച്ച മറ്റൊരു കാര്യം എനിക്കിവിടെ ഓർമ്മ വരാണ്. എന്താണ്? കോയി 10 സാൽ പെഹലെ, ഒരു 10 വർഷം മുമ്പ്, ഹം ഞങ്ങൾ, രാജാജി ഫോറസ്റ്റ് റിസർവ് കെ ജില്ലാ റേഞ്ച് സെ ഹോത്തെ ഹുए ऋषिकेश से हरिद्वार की तरफ लौट रहे थे. എന്താ പറഞ്ഞത്? ഒരു 10 വർഷം മുമ്പ് രാജാജി ഫോറസ്റ്റ് റിസർവിൽ അവിടുത്തെ ഋഷികേശിൽ നിന്ന് ഹരിദ്വാർ കി തരഫ് പോവുകയായിരുന്നു അല്ലേ. ഷാം കാ സമയത, ഒരു വൈകുന്നേര ടൈമായിരുന്നു. ഏക് ജഹൽ പത്ലി സി പഹാടി നദി സഡക് കോ പാർ കർത്തി തി. ഓക്കെ, അപ്പോൾ നോക്കാം. ഏക് ജഗ് പത്തലി സി പഹാടി നദി സഡക് കോ പാർ കർത്തി തി. ഓക്കെ, അപ്പോൾ ഒരു സ്ഥലത്ത്, ഓക്കെ, അപ്പോൾ ഒരു ഭാഗത്ത് നദി റോഡിനെ മുറിച്ച് കടക്കുന്നുണ്ടായിരുന്നു. സഡക് കോ പാർ കർത്തി തി. വഹാം നദി കി ദോനോ തരഫ് ലിഖാ ഹുവാ ഹെ. ഓക്കെ, അപ്പോൾ ആ നദീൻ്റെ 2 സൈഡിലായിട്ട് ലിഖാ ഹുവാ ഹെ എഴുതിയിട്ടുണ്ടായിരുന്നു. യഹ് ആത്തിയോം കെ സഡക് പാർ കർനെ കി ജഗഹ് ഹെ. यदि आपको हाथी दिखाई दे तो रुक जाए, हाथियों को सड़क पार करने दे.
അപ്പോൾ ഇതെന്താണ്? ഹാത്തിയോം, ആനകളെ റോഡ് മുറിച്ച് കടക്കുന്ന സ്ഥലമാണ്. അപ്പം നിങ്ങൾക്ക് ആനകളെ കണ്ടാൽ ഹാത്തി ദിക്കായി ദേത്തെ റുക് ജാഹെ, നിങ്ങളവിടെ നിൽക്കണം അല്ലേ? അത് ആനകളെ അത് റോഡ് മുറിച്ച് കടക്കുന്നത് വരെ നിൽക്കണം. ഹാത്തിയോങ്കോ സടക് പാർ കർണേദേ, ആനകളെ സടക്ക് മുറിച്ച് കടക്കാനായിട്ട് അനുവദിക്കണം. മുझे यह लिखा देखना हमेशा രോമാഞ്ചിത് കർത്താത. അപ്പം എനിക്ക് എപ്പോഴും ഇത് കാണുമ്പോൾ ഭയങ്കര രോമാഞ്ചം ഉണ്ടാവും അല്ലേ? ലേക്കിൻ അബ് തക് ഹാത്തിയോങ്കോ വഹാൻ സെ ഗുസർത്തെ നെഹി ദേക്കാത. പക്ഷേ ഇതുവരെ ഞാൻ ആനകൾ അവിടെ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടേ ഇല്ല. ഓക്കെ, ഈ ഇങ്ങനെ എഴുതിയ വാചകം മാത്രമാണ് എനിക്ക് കണ്ടിട്ടുള്ളത്. इस बार वहाँ पहुँचते ही हमें नदी की दोनों तरफ गाड़ियाँ गड़ी थी. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യം അവിടെ ചെന്നപ്പോൾ നദിക്ക് ദോനോ തരഫ്, ഈ നദിയുടെ രണ്ട് ഭാഗത്തായിട്ട് ഗാഡിയാം ഘടി തീ അല്ലേ, വണ്ടികളിനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഹം ബി ഗഡേ ഹോ ഗൈ, അപ്പം ഞങ്ങളും അങ്ങനെ വണ്ടി നിർത്തി. अंधेरा होने लगा था इसलिए कुछ लोगों ने अपनी गाड़ियों की हेडलाइट ജല ലേതി. ഓക്കെ, അപ്പോൾ എന്താണ്? അന്ധേര, ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഐസിലിയെ, അതുകൊണ്ട് കുച്ച് ലോകം, കുറച്ച് ആളുകൾ അപ്പനി ഗാഡിയോ, തങ്ങളുടെ വണ്ടികളുടെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തിരുന്നു. മേരി നസർ സാമ്നെ ഏക് ബഡേ ഹാത്തി പർ പടി. അപ്പോഴാണ് എൻ്റെ നസർ, എൻ്റെ കാഴ്ച അടുത്തുള്ള വലിയ ഒരു ഹാത്തി, ഒരാനയിൽ എൻ്റെ ദൃഷ്ടി പതിച്ചതല്ലേ, എനിക്ക് കാണാൻ സാധിച്ചു. मैंने इतना बड़ा हाथी पहले कभी नहीं देखा था. ഞാൻ ഇത്തിന ബഡാ ഹാത്തി, ഇത്ര വലിയ ആനയെ പെഹ്ലി കബി നഹി ദേക്കാത, മുമ്പൊരിക്കലും കണ്ടിട്ടില്ല. ഉസ്കെ 60-70 मीटर पीछे लगभग 20 छोटे बड़े हाथियों का एक झुंड गोल बांध कर गड़ा था. ഉസ്കെ 60-70 മീറ്റർ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു 60-70 മീറ്റർ അകലെയായിട്ട് പീച്ചെ ലഗാബഗ് 20 छोटे बड़े हाथियों का एक झुंड ഖോൽ ബാന്ധ് കർ ഗഡാത. ചോട്ടെ ബഡെ, ഒരുപാട് ചെറുതും വലുതുമായ ആനകൾ ഏക് ഝുംഡ് ഖോൽ ബാന്ധ് കർ ഗഡാത, ഒരു കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ഹാത്തിയോനെ ഇവിടെ കാണാൻ സാധിക്കും അല്ലേ നിങ്ങൾക്ക്, ഇങ്ങനെ ചെറുതും വലുതുമായ ആനകൾ ഇങ്ങനെ കൂട്ടം കൂടി ഇവിടെ നിൽക്കുകയാണ് അല്ലേ. ഹാത്തിയോൻ വഹ് ചൂട്ട് അപ്പനെ ബച്ചോങ്കോ ബീച്ച് മേ രഖ്നെ കെ ലിയെ ബനായാ ഥ. ഓക്കെ, അപ്പോൾ ഹാത്തി, ആനകൾ അങ്ങനെ ഒരു കൂട്ടം കൂടി നിന്നത്, ഒരു വൃത്തത്തിൽ, ഒരു വട്ടത്തിൽ ഇങ്ങനെ നിന്നത് അവരുടെ കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു അല്ലേ. ബച്ചോങ്കോ ബീച്ച് മേ രഖ്നെ കെ ലിയെ, കുട്ടികളെ ഇങ്ങനെ അടുത്ത് തന്നെ നിർത്താൻ, അല്ലെങ്കിൽ അവരിങ്ങനെ കൂട്ടം തെറ്റി പോകുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ബച്ചെ ബീച്ച് മേ ഥേ ഓർ ബഡേ ഹാത്തിയോനെ ഉൻഹെ ചാരോ തരഫ് സെ തേർ രഖാ ഥ. അപ്പോൾ കുട്ടികൾ അടുത്ത് നിന്നുണ്ട്, അപ്പോൾ വലിയ ആനകൾ ബഡേ ഹാത്തിയും അതിൻ്റെ ചുറ്റും അവരെ എന്താണ് ഒരു സംരക്ഷണ കവചം പോലെ വലയം വെച്ചിട്ടുണ്ടായിരുന്നു. लेकिन बच्चों तो बच्चे ठहरे, एक दूसरे मिनट पर कोई ना कोई बच्चा ദേരാ തോടുക്കർ ബാഹർ നിക്കൽ ജാഥാ. ഓക്കെ, പക്ഷേ കുട്ടികൾ എന്താണ് ഒരിടത്തൊന്നും അടങ്ങിയിരിക്കത്തില്ല അല്ലേ. അതേപോലെ തന്നെ ഈ ആനക്കുട്ടിയും ഓരോ മിനിറ്റിലും ഓരോ ആനകളും ആ കൂട്ടം തെറ്റി പുറത്ത് കടക്കുമായിരുന്നു. ഓക്കെ, ബഡേ ഹാത്തി ഉസേ പക്കടുക്കർ ദേരേ മേ ലേ ആത്തേ ഹെ. അപ്പോൾ ഈ വലിയ ആനകളെ ഇങ്ങനെ പുറത്ത് കടന്ന കുട്ടിയെ കൂട്ടിയിട്ട് വീണ്ടും വരും, അവരുടെ ആ വൃത്തത്തിനുള്ളിൽ ആക്കും. സബ് ബഡാ മസേദാർ സബ് ബഡേ മസേദാർ ദ ലേക്കിൻ. ഓക്കെ, അപ്പോൾ സബ് ബഡേ മസേദാർ ദ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമായിരുന്നു. അവർ കാറിൽ നിന്ന് നോക്കി കാണുമായിരുന്നു അല്ലേ ഈ വിഷ്വൽസൊക്കെ. അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി പോർഷനായിട്ട് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു, ഡു സബ്സ്ക്രൈബ്, സപ്പോർട്ട് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.